ചോരയിൽ കുളിച്ച ഡോഗുമായി ക്രിസ് അവിടേക്ക് വരുന്നു. അത് കണ്ടതും ഇലിയ ഷോട്ട് ഗൺ എടുത്ത് ക്രിസിന് നേരെ ചൂണ്ടുന്നു. ക്രിസ് ഷോട്ട് ഗൺ അൺലോഡ് ആക്കിയിരുന്നു. തൻ്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് ഇലിയയുടെ കാലിൽ വെടിവെക്കുന്നു. അത് കണ്ട് പേടിച്ചുകൊണ്ട് ടാനിയും ഈക്കയും അവിടേക്ക് വരികയാണ്. ഈക്കയുടെ കൈ കെട്ടിയിട്ടിട്ട് നമുക്കൊരു ഗെയിം കളിക്കാമെന്ന് അവൻ പറയുകയാണ്. ഗെയിമിൻ്റെ തുടക്കത്തിൽ ഈക്കയോട് പാൻറ്റീസ് ഊരിയിട്ട് അത് ഡോഗിനെ പോലെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അവൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കണ്ട് ഇലിയ ക്രിസിനോട് ചൂടാകുന്നുണ്ട്. ദേഷ്യം വന്ന ക്രിസ് അവളുടെ പാൻറ്റീസ് എടുത്ത് അയാളുടെ അണ്ണാക്കിൽ തിരികെയാണ്. എന്നിട്ട് അവരോട് മുഴുവൻ സത്യം പറയാൻ ആവശ്യപ്പെടുന്നു. വേറെ വഴിയില്ലാതെ നടന്ന സത്യം മുഴുവൻ അയാൾ അയാളുടെ ഭാര്യയോടും മകളോടും പറയുകയാണ്. കൂടാതെ എന്നോട് ക്ഷമിക്കണമെന്നും താനെന്ന് മദ്യലഹരിയിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറയുകയാണ്. ഉടൻ തന്നെ ക്രിസ് ഒരു വോഡ്ക എടുത്ത് കുടിക്കുകയാണ്. എനിക്ക് ഒന്നും തോന്നില്ലല്ലോ, വേണമെങ്കിൽ നമുക്ക് തോന്നിപ്പിച്ചാലോ? അത് കേട്ടതും ടാനിയ ക്രിസിൻ്റെ കാല് പിടിച്ചിട്ട് തങ്ങളെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത ഗെയിമിൻ്റെ ഭാഗമായി തോക്കിലുള്ള ബുള്ളറ്റ് എല്ലാം എടുത്തിട്ട് ഒരു ബുള്ളറ്റ് മാത്രം അതിൽ നിറയ്ക്കുകയാണ്. ഇതിൽ 6 ഷോട്ടുണ്ട്. ഓരോ വെടിവെക്കുമ്പോഴും ഓരോ ഡ്രസ്സ് ഊരാൻ അവളോട് ആവശ്യം